ഹായ്, ശരത്താണ്. Q3 റിസൾട്ടുകളെല്ലാം ഈ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് മൊത്തത്തിൽ റിസൾട്ടുകളൊക്കെ നോക്കുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കേണ്ടതായിട്ടൊരു ഫീൽ വരുന്നുണ്ട്. രണ്ടും വരുന്നത് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള സബ് സെക്ടേഴ്സ് ആയിട്ട് വരുന്ന ബിസിനസ്സുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ MSME ലെൻഡേഴ്സ് ആണ്, രണ്ടെന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഫിനാൻസ് ലെൻഡേഴ്സ് ആണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിൽ നിന്നും കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് റിസൾട്ടുകളൊക്കെ കാണുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിലും കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം അവരുടെ DPD ബക്കറ്റ്സ് ഇൻക്രീസ് ആവുന്നു, അതായത് അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ അസറ്റ് ക്വാളിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നല്ല പറയുന്നത്. കാരണം ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ അടുത്ത ക്വാർട്ടറിലോ അതിനടുത്ത ക്വാർട്ടറിലോ ഒക്കെ ആയിട്ട് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, ആ മൊത്തത്തിൽ ആ ഒരു സെക്ടറിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നാളത്തേക്ക് നല്ലൊരു മൂവ്മെന്റ് വരാൻ സാധ്യത ഉണ്ടാകത്തില്ല. പക്ഷെ ആ സെക്ടറിലെ കമ്പനികൾ അതിനെ ഓവർകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഗ്രോത്ത് വന്നേക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മൈക്രോ ഫിനാൻസ് ലെൻഡേഴ്സിനെ പറ്റി സംസാരിച്ചില്ല. കാരണം അവരുടെ കുറച്ച് ചിലപ്പാടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതേപോലത്തെ ഒരു ചെറിയൊരു ഫേസിലേക്ക് ഇവർ മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ MSME ലെൻഡേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് ലെൻഡേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ MSME ലോണുകൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് NBFCs ആകാം അല്ലെങ്കിൽ ബാങ്കുകളാകാം, അങ്ങനത്തെ കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെന്റ് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. അതേപോലെ തന്നെയാണ് ഈ ഹൗസിംഗ് ഫിനാൻസിന്റെ കാര്യമാണെന്ന് പറഞ്ഞാലും MSME ലെൻഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്വാർട്ടർ വരെ Q2 വരെ ഹോൾഡ് ചെയ്തിരുന്ന ഒരു കമ്പനിയാണ് SBFC ഫിനാൻസ് എന്ന് പറഞ്ഞാൽ. നല്ല അസറ്റ് ക്വാളിറ്റി അതേപോലെ തന്നെ 30% മുകളിൽ റെഗുലർ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു SBFC ഫിനാൻസ് എന്ന് പറയുന്നത്. അവരുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഏകദേശം ഒരു 2 ക്വാർട്ടറായിട്ട് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ MSME ലെൻഡേഴ്സ് ആയിട്ടുള്ള മറ്റുള്ള കമ്പനികളിൽ നിന്ന് കേട്ടാൽ അവരുടെ മാനേജ്മെന്റ് പറയുന്നതിനകത്തൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ബജാജ് ഫിനാൻസ് നോക്കിയാലും അവർ MSME ബിസിനസ്സിൽ നോക്കിയാൽ അവിടെയും ചെറിയൊരു ഗ്രോത്തിൽ ഈ രീതിയിൽ ഇൻക്രീസ് വരുന്നില്ല, അല്ലെങ്കിൽ അവരവരുടെ DPD ബക്കറ്റ്സിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മൊത്തത്തിൽ MSME ലെൻഡേഴ്സ് ആയിട്ടുള്ള വേറെ കമ്പനികളോ അല്ലെങ്കിൽ ബാങ്കുകൾ നോക്കിയാലും അവരെല്ലാം MSME സെക്ടറിൽ ചെറിയ രീതിയിൽ കളക്ഷൻ എഫിഷ്യൻസിനെയൊക്കെ അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നവർ അതിനെ കുറച്ചായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഹൗസിംഗ് ഫിനാൻസിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഷെൽട്ടർ ഉണ്ട്, അതിലെ ഹോം ഫസ്റ്റ് ഫിനാൻസ് ഉണ്ട്, ആപ്റ്റസ് ഉണ്ട്. ഈ കമ്പനികളിലൊക്കെ നോക്കിയാലും നമുക്ക് ചെറുതായിട്ട് അസറ്റ് ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നത് കാണാൻ പറ്റും. ഗ്രോസ് NPA നെറ്റ് NPA ഒക്കെ ചെറിയ രീതിയിൽ ഇൻക്രീസ് ആവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ഒരു ക്വാർട്ടറായപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഷെൽട്ടർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ GNPA NNPA ഒക്കെ കൂടിയിട്ടുണ്ട്. 1.5% GNPA വന്നിട്ടുണ്ട്, 1.2% അവരുടെ NNPA വന്നിട്ടുണ്ട്. അവർ ഗൈഡ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, 0.4 to 0.5 ഈ പറഞ്ഞ ക്രെഡിറ്റ് കോസ്റ്റ് എന്നുള്ള. അതിൽ തന്നെ ഇപ്പോൾ ഏകദേശം 0.5 അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ അസറ്റ് ക്വാളിറ്റിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ആ ഒരു സെക്ടറിലെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് ഇന്ത്യ ഷെൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ അവരുടെ ഗ്രോത്തിന് 30 to 35% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ അവർ ഈ ഒരു ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏകദേശം 30%. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം ആ ഒരു രീതിയിലാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. സോ മാനേജ്മെന്റ് ഇപ്പോൾ ഏകദേശം 30% പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അവിടുത്തെ ഇപ്പം ഈ ഇന്ത്യ ഷെൽട്ടർ കഴിഞ്ഞ തൊട്ട് താഴെയുള്ള കമ്പനിയാണ് ഹോം ഫസ്റ്റ് എന്ന് പറയുന്നത്. ഹോം ഫസ്റ്റിന് നോക്കിയാൽ ഏകദേശം 25 to 30% ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ അവർ 25 പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ കമ്പനികളിലെല്ലാം നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ DPD ബക്കറ്റ്സിൽ ചെറിയ ഇൻക്രീസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ അസറ്റ് ക്വാളിറ്റിയിൽ മൊത്തത്തിൽ ചെറിയ രീതിയിൽ കഴിഞ്ഞ ഒരു 2-3 ക്വാർട്ടർ മുമ്പ് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അസറ്റ് ക്വാളിറ്റി ഈ കമ്പനികളിലൊന്നും ഇപ്പം കാണാനായിട്ട് പറ്റുന്നില്ല. ചെറിയ രീതിയിലുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇപ്പം അത് ചെറിയ രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക, അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കുറച്ച് നാളത്തേക്ക് ഈ കമ്പനികളിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിൽ MSME ലെൻഡേഴ്സും അതേപോലെ തന്നെ ഹോം ലോൺ ലെൻഡേഴ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അവിടെ അസറ്റ് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈക്രോ ഫിനാൻസിന്റെ കാര്യം. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഒരു സെക്ടറിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സമയത്ത്. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.